അവിടെ ചെല്ലോ കാണാം ഒരാള് വാട്ടി നിൽക്കുന്ന നമ്മള് ഓടിക്കാൻ വേണ്ടിട്ട് കൊണ്ടുപോകും കവരാണ്. ഹലോ ഗായ്സ്, അപ്പൊ എല്ലാരും കവര ഉണ്ട്, ഞാൻ മാത്രം കണ്ടിട്ടില്ല ഈ കവര്. വീടുമ്പോട്ട് ഞങ്ങൾ 5 രൂപ കവര കാണാൻ പോവാണ്. അപ്പൊ പൊയ്യ ഭാഗത്താട്ടോ കവരടിച്ചിരിക്കുന്നത്. നമ്മളവിടെ നിന്ന് ഒരു 16 കിലോമീറ്റർ ഉണ്ടാവും എന്തായാലും. ഈ കവരെന്താണെന്നറിയാത്ത രണ്ടുപേരും നമ്മളെ കൂട്ടത്തിലുണ്ട്. അതുകൊണ്ടാണ് ഫസ്റ്റ് തന്നെ പറഞ്ഞത് വടിയും പിടിച്ച ഒരാൾക്ക് ഉണ്ടാവും നമ്മളെ തല്ലേ. വണ്ടി കയറി പാട്ട് വെച്ച് കഴിഞ്ഞാൽ ഞാനും ഉമ്മിച്ചും പിന്നെ ഓണാവും. എന്തായാലും കവര് കാണാൻ ആൾക്കാരുണ്ടാവും നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ ഇത്ര തിരക്ക് നമ്മൾ പ്രതീക്ഷിച്ചില്ല. അത്ര അധികം ആൾക്കാരായിരുന്നു അവിടെ കവര് കാണാൻ വേണ്ടി വന്നിരുന്നത്. ഞാൻ ആദ്യമായിട്ട് കവര് കാണാൻ പോകും. രാത്രി 11 മണിയായിട്ടും ഇവിടെ എല്ലാവരും ഉണ്ട്. ഭയങ്കര തിരക്കാണ്. ഇച്ചിരി ഏജുള്ളവർക്കൊക്കെ വരാൻ ഇവിടെ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. നടക്കാൻ വേണ്ടിയുള്ള പ്രോപ്പർ വഴിയൊന്നും വിടില്ല. വഴിയില്ലെങ്കിലും ജനങ്ങൾക്ക് ഒരു കുറവുമില്ല. കവര് കാണണമെന്നുണ്ടെങ്കിൽ ഈ കടമ്പ കടന്ന് അപ്പുറത്തേക്ക് എത്തണം. ഇത് ഏതോ കാട് ആരും വെട്ടി തെളിച്ചല്ല കേട്ടോ. കവര് കാണാൻ വന്ന ജനങ്ങൾ തന്നെ ഉണ്ടാക്കിയ വഴിയാണ്. ഫസ്റ്റ് വെച്ച് പറഞ്ഞ ഒരു കാര്യം കറക്റ്റ് ആട്ടോ. ഒരാൾ വടിയും പിടിച്ച് നിൽക്കുന്നുണ്ടായി. പക്ഷെ നമ്മൾ ഓടിക്കാനല്ലെന്ന് മാത്രം. നാട്ടുകാർ ചേട്ടന്മാരായിരിക്കും പാവങ്ങൾ. അവിടെ വരുന്ന എല്ലാ കണികൾക്കും കവര് കാണിച്ചു കൊടുക്കുന്ന ആ ചേട്ടന്മാരാട്ടോ. ഞാനെടുത്ത വീഡിയോയിലൊന്നും കവര് കറക്റ്റ് കാണുന്നില്ല കേട്ടോ. പിന്നെ നിലാവുള്ളതുകൊണ്ട് അത്ര ബ്ലൂ കളറായിട്ട് കാണുന്നുമില്ല. ഞങ്ങൾ തിരിച്ചു കിടന്നപ്പോഴാണ് ഒരു ചെക്കൻ എന്തോ ഇങ്ങനെ തപ്പുന്നു. ആദ്യം ഞാൻ വിചാരിച്ച മൊബൈൽ ഫോൺ ആയിരിക്കും. വേറൊന്നുമില്ല, അച്ചക്കന്റെ ചെരുപ്പ് ചെളി പൂണ്ടുപോയതായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു കേട്ടോ. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാട്ടോ. ബൈ ബൈ.